ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കിന്ന് സോയ ബീൻസ് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം നമുക്ക് അതിൻ്റെ പാക്കറ്റുള്ള സോയയാണ് വാങ്ങിയിട്ടുള്ള സോയ ബീൻസ്. നമുക്കിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് ഒരു അരമണിക്കൂർ കോരാനായിട്ട് ഇട്ട് വയ്ക്കാം കേട്ടോ. അതെ, എനിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുന്നതോറും അത് പൊങ്ങി തന്നെ നിൽക്കണം കേട്ടോ. അത് നന്നായിട്ട് കോർന്നതിന് ശേഷം തന്നെ അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. നമുക്കിതാ വെള്ളത്തിലിട്ട് കോന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതുണ്ടല്ലേ, നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളയാൻ കേട്ടോ. നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അല്ലെങ്കിൽ പുറം നന്നായിട്ട് ഇതായിരിക്കും കേട്ടോ, ഉള്ളിൽ നല്ലതായിട്ട് വേവത്തില്ല. നമുക്കിതാ ഫ്രൈ ചെയ്ത് വെള്ളമൊക്കെ നല്ല പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ ചേർത്ത് കൊടുക്കുക ഫ്രൈ ചെയ്യാനായിട്ട്. നമ്മുടെ സോയ എനിക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുളക് പൊടി ഞാനൊരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കണ്ട കേട്ടോ. വെള്ളം ചേർക്കുമ്പോഴത്തേക്കും അത്ര ടേസ്റ്റ് കാണത്തില്ല. ഞാൻ അതുകൊണ്ട് കുറച്ച് എണ്ണ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ചിക്കൻ പൊടിയിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ഒന്ന് അടുപ്പിലേക്ക് ചൂടാകാനായിട്ട് വയ്ക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് സോയാബീൻസ് മിക്സ് ചെയ്ത് വെച്ചേക്കണത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോകും മസാലയുടെ അതിൽ ചേർത്തിട്ടുള്ള. മോളങ്ങനെ ഒളിച്ച് കളിക്കുകയാണ് കേട്ടോ, ഓടിക്കളിച്ചിട്ടിരിക്കുകയാണ്. എപ്പോഴും അമ്മയെ റെഡിയാക്കി തരുന്നതെന്ന് കേട്ടിട്ട്. നമുക്ക് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം അങ്ങനെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഈ കാക്കയാണെങ്കിൽ നമ്മളായിട്ട് സ്ഥിരമായിട്ട് വരുന്നതാണ് കേട്ടോ. കയ്യിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ കൊടുത്താൽ വന്ന് കഴിച്ചിട്ട് കഴിക്കുകയൊക്കെ ചെയ്യും. സ്ഥിരമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്താലും ഇങ്ങനെ ഓടി വരും കേട്ടോ കഴിക്കാനായിട്ട്. രാവിലെ വയറ് വിശക്കുന്നതും വരുന്നവർ ഇങ്ങനെ കഴിക്കാനായിട്ട് വിളിച്ചിട്ട്. അപ്പോൾ നമ്മുടെ സോയ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തുനിന്നുള്ളതും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നതെന്ന് ഫ്രൈ ചെയ്ത് എടുത്തപ്പോൾ തന്നെ നമ്മൾ ഓടി വന്ന് എടുത്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അല്ല, പപ്പയ്ക്ക് വേണമെന്നാണ് കേൾക്കണത്. കൊള്ളാമോ, ഞാൻ കഴിക്കുന്നുണ്ടോ, പപ്പ വേണമെന്ന് കേട്ടിട്ടിരിക്കണേ. ഇത് അപ്പോഴത്തേക്കും മോനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അവരിത് കഴിക്കാനായിട്ടാണ് കയറിയിരിക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് അവർക്കിത് കഴിക്കാനായിട്ട്. നമ്മളിത് ലാസ്റ്റ് വന്നിട്ട് കരിവേപ്പിലയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇറക്കാൻ സമയപ്പം കരിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ട് നമുക്ക് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. അതുകൂടെ അതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ കഴിക്കാനായിട്ട്. ആ ഉള്ളിയും ആ സോയയും കൂടെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരെങ്ങനെ കഴിച്ചിട്ട് ഞാനിട്ട് എങ്ങനെ നോക്കാം. അവൻ്റെ അടുത്ത് കഴിക്കാൻ വന്നപ്പോൾ അവൻ ആദ്യം നിന്ന് എൻ്റെ വൈകിട്ട് വെച്ചേനെയാണ്. പിന്നെ അത് കണ്ടിട്ട് ഇനി മോളും കൂടെ. ശരി, കൊള്ളാമോ നേട്ടമ്മ? രണ്ടോർ